ഹായ്! മാങ്ങയിട്ടൊരു ഈസി അയലക്കറി ഉണ്ടാക്കിയാലോ? ബാ നോക്കാം. അടുപ്പത്ത് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം. ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനുള്ള കടുക്, ഉലുവ, ഉള്ളി, കറിവേപ്പില എന്നിവ എടുത്തു വെക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉലുവായി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് സ്റ്റൗ ആണ്. അതിൻ്റെ ഹീറ്റ് ഇൻഡിക്കേറ്റർ 1000-ലാണ് യൂസ് ചെയ്യുന്നത്. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പുളിയുടെ പകുതി രണ്ടായി കീറിയത് ഇട്ട് കൊടുക്കാം. പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതായിരുന്നു. ഒരു മിക്സിയുടെ ജാറെടുത്ത് അരപ്പിനാവശ്യമായ തേങ്ങ, ഉള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത അരപ്പ് 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെയുണ്ട്. ഇതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. അരപ്പ് നന്നായി മിക്സായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കാം. അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന 10 പച്ചമുളക് നടുക് കീറി ഇട്ട് കൊടുക്കാം. ഒരു മാങ്ങയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് കറി തിളയ്ക്കാൻ വിടാം. കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് കറിയിലേക്ക് ആവശ്യമായ മീൻ കഴുകി കഷ്ണങ്ങളാക്കി ഇവിടെ എടുത്തേക്കുന്നത് 4 അയിലയാണ് മീഡിയം കഷ്ണങ്ങളാക്കിയത്. തിളച്ച് വന്ന കറിയിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കറി മൂടി വെച്ച് വേവിക്കാം. കറി വറ്റി കുറുകി വന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ കറി റെഡിയായെന്നർത്ഥം. താങ്ക് യു ഫോർ വാച്ചിങ്.